Hi dear students, welcome back to Xylem Learning. എല്ലാവർക്കും മിസ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് മിസ് വിഷ് ചെയ്യാണ്. സെറ്റ് ആയിട്ട് പവർ ആയിട്ട് എല്ലാവരും ഇരിക്കലടാ. അപ്പൊ നമ്മളിതാ പുതിയ 2 ചാപ്റ്റേഴ്സിലേക്ക് നമ്മൾ ഇന്ന് പോവുകയാണ്. നമ്മൾ ഇന്ന് ആദ്യം തന്നെ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഏതാ നമുക്കൊക്കെ അറിയോ? യെസ്, നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് എന്താണെടാ? ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ എന്ന ചാപ്റ്റർ ആണ് ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ. Are you ready? എന്റെ മക്കൾ റെഡി ആണെങ്കിൽ മിസ് തുടങ്ങാൻ പോവുകയാണ്. ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ. യെസ്, ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ന്യൂ സെന്റേഴ്സ് ഓഫ് പവർ. വാട്ട് ഡു യു മീൻ ബൈ ന്യൂ സെന്റേഴ്സ് ഓഫ് പവർ? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണടാ, ശ്രദ്ധിക്കണേ. New centers of power means those countries and organization which can become superpower in the future. Future-le അവർ സൂപ്പർ പവർ ആകാതിരിക്കാം അല്ലെ? plays a major role in the world system even in the present. So ഫ്യൂച്ചറിൽ അവർ എന്ത് ചെയ്യാണ്? ഒരു വലിയ സൂപ്പർ പവർ ആകും. അതേപോലെ വേൾഡിൽ എന്താണ്? വേൾഡ് സിസ്റ്റത്തിൽ ഒരു പ്രധാനപ്പെട്ട റോൾ പ്ലേ ചെയ്യും എന്ന് അവരെന്താണ് വിചാരിക്കുകയും അതിനെ തുടർന്ന് എന്താണ് വിചാരിക്കല്ല, അതിന് വേണ്ടിയിട്ട് അവരെന്തു ചെയ്യാന് ഒരു ഓർഗനൈസേഷൻ, എല്ലാ കൺട്രീസും ചേർന്നിട്ട് ഒരു ഓർഗനൈസേഷൻസ് ഫോം ചെയ്യുകയാണ്. കുറച്ച് കൺട്രീസ്, എല്ലാ കൺട്രീസും ഇല്ല, അതിലെ ഓർഗനൈസേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണെടാ? യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ, ബ്രിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഓർഗനൈസേഷൻ ഏതൊക്കെയാണ്? യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ, ബ്രിക്സ്. സോ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന കൺട്രീസ്, ഏതൊക്കെ കൺട്രീസ് നമ്മൾ പഠിക്കുന്നുണ്ട്? ചൈന, ജപ്പാൻ, ഇന്ത്യ, ഇസ്രായേൽ ആൻഡ് റഷ്യ. ഇസ്രായേൽ, റഷ്യ എന്ന് പറയുന്ന കൺട്രീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? CJ, then I, then R. അപ്പൊ നമുക്ക് എന്താ CJIIR അല്ലെ? CJIR, C for China, J for Japan, I for India, and again I for Israel and R for Russia. ഈ 6 കൺട്രീസ് ആണ് എന്തിലുണ്ടായിരുന്നത്? ഈ ഒരു ന്യൂ സെന്റേഴ്സ് ഓഫ് പവറിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് യൂറോപ്യൻ യൂണിയനെ കുറിച്ചാണ്. എന്താണെടാ EU എന്ന് പറയുന്നത്? EU എന്തായിരിക്കും EU എന്ന് പറയുന്നത്? യെസ്, നമുക്കിവിടെ നോക്കാം. ശ്രദ്ധിക്കണേ. The countries of Europe suffered the most in the Second World War. Therefore, after the Second World War, the countries of Europe tried to improve the situation. മക്കളെ, ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സഫറും കാര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നൊരു കൺട്രി ആയിരുന്നു യൂറോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വേൾഡ് വാറിന് ശേഷം അവരെ സർക്കംസ്റ്റാൻസസ്, അവരെ സാഹചര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്ക ഹെൽപ് യൂറോപ്യൻ കൺട്രീസ് ഇൻ ദിസ് റിഫോം പ്രോസസ്. സോ ഈ ഒരു യൂറോപ്പിന്റെ റിഫോം പ്രോസസ് അമേരിക്ക അവരെന്തു ചെയ്തിരുന്നു? സഹായിച്ചിരുന്നു. അങ്ങനെ യൂറോപ്യൻ യൂണിയന്റെ ഫോർമേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യമായി മക്കളെ നമുക്ക് പഠിക്കാനുള്ളത് മാർഷൽ പ്ലാൻ ആണ്. എന്താണ് മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്? 1948 മാർഷൽ പ്ലാൻ വാസ് മെയ്ഡ് ബൈ US അണ്ടർ വിച്ച് ദ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി വാസ് എസ്റ്റാബ്ലിഷ്. 1948 മാർഷൽ പ്ലാന് ഫോം ചെയ്യുന്നത് നമ്മുടെ US ആണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു മാർഷൽ പ്ലാൻ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. യൂറോപ്യൻ കൗൺസിൽ വാസ് ഫോം. ഇതിനെ തുടർന്ന് 1949 എന്തു ചെയ്തു? ഒരു യൂറോപ്യൻ കൗൺസിൽ ഫോം ചെയ്യുന്നു. അങ്ങനെ 1957 എന്ത് നടക്കുന്നു? യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ അവസാനം 1992 യൂറോപ്യൻ യൂണിയൻ എന്തു ചെയ്യാണ്? എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് അല്ലെ? ഇവിടെ നോക്കിക്കേടാ, യൂറോപ്യൻ യൂണിയന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ഒരു റാപ്പിഡ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് അവരുടെ ലക്ഷ്യമായിരുന്നു. അതേപോലെ തന്നെ എന്താണ്? മ്യൂച്വൽ സപ്പോർട്ട് അവരുടെ ഒരു എയിം ആയിരുന്നു. ആൻഡ് ഗുഡ് ഫോറിൻ പോളിസിയും അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അപ്പൊ നമ്മൾ യൂറോപ്യൻ യൂണിയന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി യൂറോപ്യൻ യൂണിയന്റെ ഫീച്ചേഴ്സിലേക്ക് പറയുന്ന സമയത്ത് ആസ് എൻ ഓർഗനൈസേഷൻ എന്ന ലെവലിൽ യൂറോപ്യൻ യൂണിയൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ശ്രദ്ധിച്ചേ. എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, നാഷൻ സ്റ്റേറ്റ്, അതേപോലെ തന്നെ
സ്വന്തമായി ഫ്ലാഗ്, സ്വന്തമായി നാഷണൽ ആന്തം, ഫൗണ്ടേഷൻ ഡേ, കറൻസി ഒക്കെ ആർക്ക് ഉണ്ടായിരുന്നു? നമ്മുടെ യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിരുന്നു. ആസ് എൻ ഓർഗനൈസേഷൻ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഒരു രീതി ആർക്ക് ഉണ്ടായിരുന്നു? യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിരുന്നു. അതേപോലെ ഒരു നാഷണൽ സ്റ്റേറ്റ്, ഗ്രാൻഡ് നാഷണൽ സ്റ്റേറ്റ്, അതേപോലെ സ്വന്തമായി ഫ്ലാഗ്, സ്വന്തമായി നാഷണൽ ആന്തം, അതേപോലെ ഫൗണ്ടേഷൻ ഡേ, കറൻസി, ദാറ്റ് മീൻസ് നമ്മുടെ യൂറോ, എല്ലാം നമ്മളുള്ളത് യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിരുന്നു. ബട്ട് എന്ത് സംഭവിച്ചു? ഇൻ 2003 the European Union tried to make its own constitute but it could not succeed. എന്താ പറയുന്നത്? ആ 2023 മക്കളെ യൂറോപ്യൻ യൂണിയൻ സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതിലെങ്കിലും അതിലെന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ഇനി ഇവിടെ നോക്കിക്കേ, ഫ്ലാഗ് ഓഫ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയന്റെ പതാകകളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ യൂറോപ്യൻ ഫ്ലാഗ് എന്ന് പറയുന്നത് എന്താ? യൂറോപ്യൻ യൂണിയനെ സിംബൽ ചെയ്യുന്ന രീതിയിലായിരുന്നു. അതിൽ 12 ഗോൾഡൻ സ്റ്റാർസ് ഓൺ ബ്ലൂ ആയിട്ടുള്ള സർക്കിൾ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഹാസ് എ സർക്കിൾ ഓൺ 12 ഗോൾഡൻ സ്റ്റാർസ് ഓൺ ബ്ലൂ കളറിൽ ആൻഡ് ഇറ്റ് ഷോസ് എ യൂണിറ്റി. അതെന്താണ് മക്കളെ തെളിയിക്കുന്നത്? അവരുടെ യൂണിറ്റും സോൾഡാരിറ്റിയും, അതായത് യൂറോപ്പിലെ പീപ്പിളുടെ യൂണിറ്റും സോളിഡാരിറ്റിയുമായിരുന്നു ആ ഒരു ഫ്ലാഗിലൂടെ എന്ത് ചെയ്യുന്നത്? പോർട്രേറ്റ് ചെയ്യുന്നത്. ഇനി അവരെ എക്കണോമിക് ഫീച്ചേഴ്സിലേക്ക്, പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എക്കണോമിക് ഫീച്ചേഴ്സ്, ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ആസ് എൻ ഓർഗനൈസേഷൻ എന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പൊളിറ്റിക്കൽ ആയിട്ടുള്ളതും എക്കണോമിക് ആയിട്ടുള്ള റീസൺ നമ്മൾ ഡിസ്കസ് ചെയ്തു. യൂറോപ്യൻ യൂണിയന്റെ ഫ്ലാഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? അവരുടെ എക്കണോമിക് ഫീച്ചേഴ്സ് ആണ് പറയാനുള്ളത്. 2005 വേൾഡിലെ തന്നെ ഒരു ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചു? യൂറോപ്യൻ യൂണിയൻ സാധിച്ചു. അതേപോലെ തന്നെ പിന്നെ എന്ത് സംഭവിച്ചു? ത്രെറ്റ് ടു യൂറോ ഡോളർ ആൻഡ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മോർ ദാൻ എന്താണ്? $12,000 ബില്യൺ കൂടുതൽ അവർ എന്തുണ്ടാക്കി? GDP ഉണ്ടാക്കി. ദ US ഹാസ് 3 times the share of world trade. അല്ലെ, the US ഹാസ് 3 times the share of world trade. ആ ഒരു ലെവലിലേക്ക് എന്ത് എക്കണോമിക് ഫീച്ചർ എത്തി. മിലിറ്ററി ഫീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ആർമി ആയിട്ട് ആര് മാറി? യൂറോപ്യൻ യൂണിയൻ മാറി. 2 members ബ്രിട്ടനും ഫ്രാൻസും എന്ത് ചെയ്തു? ഹാവ് ന്യൂക്ലിയർ വെപ്പൺസ്. അല്ലെ, 2 members ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഹാവ് പെർമനന്റ് മെമ്പർഷിപ്പ് ആൻഡ് വീറ്റോ ഓഫ് ദ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് യുണൈറ്റഡ് നേഷൻ. അതിൽ 2 പെർമനന്റ് മെമ്പേഴ്സ് വന്നു. ബ്രിട്ടനും അതേപോലെ തന്നെ ഫ്രാൻസും ഒരു പെർമനന്റ് മെമ്പറായി. അവർക്ക് വീറ്റോ പവർ ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി കൗൺസിൽ ഒരു പെർമനന്റ്, യുണൈറ്റഡ് നേഷന്റെ സെക്യൂരിറ്റി പവർ ഒരു പെർമനന്റ് മെമ്പർ ആയിട്ട് അവർ മാറി. അങ്ങനെ യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടൻ എന്തു ചെയ്തു? 2020 എന്തു ചെയ്യാ? ലെഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രിട്ടൻ ലെഫ്റ്റ് ഇൻ യൂറോപ്യൻ യൂണിയൻ. എന്താ പറയുന്നത്? ബ്രിട്ടൻ ലെഫ്റ്റ് ഇൻ യൂറോപ്യൻ യൂണിയൻ ഓൺ 31st January 2020. 2020 നമ്മുടെ യൂറോപ്യൻ യൂണിയൻ എവിടുന്ന്? യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടൻ എന്തു ചെയ്യുന്നു? ലെഫ്റ്റ് ആകുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ആസിയാനെ കുറിച്ചാണ്. ആസിയാന്റെ ഫുൾ ഫോം എന്താണ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻ എന്നാണ് ആസിയാന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 1967 മക്കളെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൗണ്ടിങ് കൺട്രീസ് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ബാങ്കോക്കിലായിരുന്നു അതിന് ഡിക്ലറേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഫൗണ്ടിങ് കൺട്രീസ് എന്ന് പറയുന്നത് സിംഗപ്പൂർ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ് ആയിരുന്നു അവരുടെ കൺട്രീസ്. ദെൻ ലേറ്റർ പിന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വന്ന കൺട്രീസ് ആയിരുന്നു ദെൻ ബ്രൂനി, വിയറ്റ്നാം, ലാവോസ്, മ്യാൻമാർ, അതേപോലെ കംബോഡിയ ഒക്കെ പിന്നെ അതിലെന്താണ് ആസിയാനില് പങ്കുചേർന്ന ആളുകളായിരുന്നു. ആസിയാന്റെ ഫ്ലാഗിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ആലോചിക്കണം മേഡം? 10 paddy earring were shown in the middle which shows the unity of the ASEAN countries. ആസിയാന്റെ ഫ്ലാഗ് നമ്മൾ കാണുന്ന സമയത്ത് 10 paddy earrings നമുക്ക് കാണാൻ സാധിക്കും. അത് ഒരു മിഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ആസിയാൻ കൺട്രീസിന്റെ അവരുടെ യൂണിറ്റിയാണ് അതിൽ പറയുന്നത്. ബ്ലൂ റെപ്രസെന്റ് ചെയ്യുന്ന പീസും സ്റ്റെബിലിറ്റിയുമാണ്. റെഡ് റെപ്രസെന്റ് ചെയ്യുന്ന അവരുടെ ഒരു കറേജും അതേപോലെ ഡൈനാമിസമാണ് കാണിക്കുന്നത്. വൈറ്റ് അവരുടെ പ്യൂരിറ്റിയാണ്. യെല്ലോ അവരുടെ പ്രോസ്പെറിറ്റിന്റെ സിമ്പിൾ ആയിട്ടാണ് എന്താ അവര് കാണിച്ചിരിക്കുന്നത്. ഇനി ആസിയാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒബ്ജക്റ്റീവിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. എക്കണോമിക് ഗ്രോത്ത് ബിൽഡ് ചെയ്യുക എന്നത് ഇവരുടെ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. അതേപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ ഇംപ്രൂവ് ചെയ്യുക, അതേപോലെ പീസ് പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെ എന്താണ് ആസിയാന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകളിൽ വരുന്ന കുറച്ചു കാര്യങ്ങളാണ് മക്കളെ. ഇനി നമ്മൾ ആസിയാന്റെ 3 പില്ലേഴ്സിനെ കുറിച്ച് ഇവിടെ നോക്കുന്ന സമയത്ത്
ഏതൊക്കെയാണ് ത്രീ പില്ലേഴ്സ് എന്ന് പറയുന്നത്? കീപ്പിംഗ് ഇൻ മൈൻഡ് ഓവറോൾ ഡെവലപ്മെന്റ് ബൈ ആസിയാൻ, ത്രീ ഇൻസ്റ്റിറ്റ്യൂഷൻ were called in 2003. These are called the three pillars of ASEAN. ആസിയാന്റെ 3 പില്ലേഴ്സ് ആയിരുന്നു ഇവിടെ. ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി, ആസിയാൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആൻഡ് ആസിയാൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കമ്മ്യൂണിറ്റി. ഇതൊക്കെ എന്തായിരുന്നു? ആസിയാന്റെ പ്രധാനപ്പെട്ട 3 പില്ലേഴ്സ് ആയിരുന്നു. ആസിയാനാക്കി മാറ്റിയതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച 3 പില്ലേഴ്സ് ആയിരുന്നു. ആസിയാൻ സെക്യൂരിറ്റി കൗൺസിൽ, ആസിയാൻ എക്കണോമിക് കൗൺസിൽ ആൻഡ് ആസിയാൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായില്ലേ? കൗൺസിൽ അല്ല, ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റിയാണ്. കൗൺസിൽ അല്ലട്ട. ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി, ആസിയാൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആൻഡ് ആസിയാൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കമ്മ്യൂണിറ്റി. ഇനി ഇവിടെ നോക്കിക്കേ, ഈ 3 പില്ലേഴ്സ് നമുക്ക് പറഞ്ഞു പോകാം. ആദ്യം നമ്മൾ ആസിയാൻ സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ വർക്കിൽ നിന്ന് തുടങ്ങുകയാണ് മക്കളെ. എന്തൊക്കെയാണ് അവരുടെ വർക്ക് എന്ന് പറയുന്നത്? സെക്യൂരിറ്റി കമ്മ്യൂണിറ്റിന്റെ വർക്ക് റിസോൾവിംഗ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് സ്റ്റേറ്റ്. അതിലെ മെമ്പേഴ്സ് ആയ സ്റ്റേറ്റ് തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവർക്കിടയിൽ ഒരു പീസും കോർപ്പറേഷനും പ്രൊമോട്ട് ചെയ്യുക എന്നതായിരുന്നു സെക്യൂരിറ്റി കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഒരു കോമൺ ട്രേഡ് എന്താണ്? പ്രൊമോട്ട് ചെയ്യുക, ഫ്രീ ട്രേഡ് ഇൻക്രീസ് ചെയ്യുക, സെറ്റിംഗ് എക്കണോമിക് ഡിസ്പ്യൂട്ട്, എക്കണോമിക് പരമായിട്ട് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എന്താ അത് പറഞ്ഞു തീർക്കുക, എന്താ ഇവരുടെ പ്രധാനപ്പെട്ട വർക്കായിരുന്നു. ഇനി ആസിയാന്റെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കമ്മ്യൂണിറ്റിയുടെ വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ റേസിംഗ് ദ ലെവൽ ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ്. എന്താ പറഞ്ഞത്? റേസിംഗ് ദ ലെവൽ ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ്. ഇനി ആസിയാന്റെ വിഷൻ 2020 ആസിയാന്റെ വിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആസിയാൻ വിഷൻ 2020 is a list of goals set by ASEAN for 2020. By 2020, ASEAN want to play the external role in the world, and resolving all mutual dispute through dialogues is also the main point ASEAN Vision 2020. ആസിയാൻ വിഷൻ 2020 എന്ന് പറഞ്ഞാൽ എല്ലാ ഡിസ്പ്യൂട്ട്സും അവരെന്ത് ചെയ്യാണ്? അവർ ഡയലോഗ്സിലൂടെ പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്തു? പരിഹരിക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റൈൽ എന്ന് പറയുകയാണെങ്കിൽ ആസിയാൻസ് വേ ഓഫ് ഡെവലപ്പിംഗ് ഈസ് കോൾഡ് ആസിയാൻ സ്റ്റൈൽ. അവർ ഡെവലപ്പ് ചെയ്ത ഒരു സ്റ്റൈലിൽ നമ്മൾ ആസിയാൻ സ്റ്റൈൽ എന്നാണ് പറയുക. ഇറ്റ്സ് സെറ്റ് എ ന്യൂ എക്സാമ്പിൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ വേൾഡ് ബൈ ഡെവലപ്പിംഗ് ത്രൂ കോപ്പറേഷൻ ആൻഡ് റീകൺസിലേഷൻ. നമ്മളെ വേൾഡിൽ ഒരുപാട് ആളുകൾ പല സ്റ്റേറ്റുകളിലുള്ള ഡിസ്പ്യൂട്ട്സും പ്രശ്നങ്ങളും കലാപങ്ങളും നടക്കുന്ന സമയത്ത് എങ്ങനെ കോപ്പറേഷനും അതേപോലെ റീകൺസിലേഷനും ഡെവലപ്പ് ചെയ്യാന്നുള്ളത് വേൾഡിന് ഒരു എക്സാമ്പിൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആസിയാന് സാധിച്ചു മക്കളെ. ഇനി ഇവിടെ നോക്കിക്കേ, ദിസ് മെത്തേഡ് ഓഫ് കോപ്പറേറ്റീവ് ആൻഡ് കോൺഫ്ലിക്ട് ഫ്രീ ഡെവലപ്മെന്റ് വാസ് കോൾഡ് ദ ആസിയാൻ സ്റ്റൈൽ. സോ ഈ ഒരു മെത്തേഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആസിയാൻ ഡെവലപ്മെന്റ്, ആസിയാൻ സ്റ്റൈൽ എന്ന് നമ്മൾ വിളിക്കുന്നു. ഇൻ ദിസ് വേ ആസിയാൻ ബിക്കം ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ നമ്മളെ ഓർഗനൈസേഷൻ ഏറ്റവും പെട്ടെന്ന് വളർന്നു വന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ട് ആര് മാറുന്നു? ആസിയാൻ മാറുകയാണ്. കാരണം ഇവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിച്ച ആളുകളായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. നോക്കിക്കേ മക്കളെ, അടുത്തത് എന്താണെന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് ആസിയാൻ ആണ് നോക്കുന്നത്. അടുത്ത് നമ്മൾ എന്താ നോക്കുന്നത്? ഇന്ത്യ ആൻഡ് ആസിയാനെ കുറിച്ചാണ് പഠിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഇനീഷ്യലി ഇന്ത്യ ഡിഡ് നോട്ട് പേ മച്ച് അറ്റൻഷൻ ടു ആസിയാൻ. തുടക്കത്തിൽ ഇന്ത്യ വലുതായിട്ട് ആസിയാൻ വലിയ ഇതൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇൻ ലേറ്റർ ടൈം ഇന്ത്യ മെയ്ഡ് എഫേർട്ട് ടു ഇംപ്രൂവ് റിലേഷൻസ് വിത്ത് ആസിയാൻ കൺട്രീസ് ആൻഡ് ഇൻക്രീസ് ട്രേഡ്. പിന്നെ എന്താണ്? ആസിയാന്റെ ഈ ഒരു വളർച്ച കണ്ടപ്പം ഇന്ത്യ എന്താണ് ഇവരുമായിട്ടൊരു ബന്ധം ഇംപ്രൂവ് ചെയ്യുകയും ആസിയാനുമായിട്ട് എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്തിട്ട് ഒരു ട്രേഡ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലൊക്കെ എത്തുകയും ചെയ്തു. 1991 ദ പോളിസി ഓഫ് വാക്ക് ഈസ്റ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ഇന്ത്യ ആൻഡ് എഫേർട്ട് വർ മേഡ് ഇംപ്രൂവ് റിലേഷൻസ് വിത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. എന്താ ഇവിടെ പറയുന്നത്? 1991 ദ പോളിസി ഓഫ് വാക്ക് ഈസ്റ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ഇന്ത്യ and effort were made to improve the relations with East Asian countries. East Asian countries-ഉമായുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു എഫേർട്ട് ആയിരുന്നു 1991 ദ പോളിസി ഓഫ് വാക്ക് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇന്ത്യ ഹാസ് സൈൻഡ് എ ഫ്രീ എഗ്രിമെന്റ് വിത്ത് 2 ഏഷ്യൻ കൺട്രീസ്. ഇന്ത്യ എന്ത് ചെയ്യുകയാണ്? 2 ആസിയാൻ കൺട്രീസുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പുവെക്കുകയാണ്. ആരൊക്കെയായിട്ടാണ്? തായ്ലൻഡും സിംഗപ്പൂറുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് ഇവർ എന്ത് ചെയ്യുന്നു? ഒരു കരാറ് ഒപ്പുവെക്കുന്നു.
പിന്നെ എന്ത് സംഭവിക്കുന്നു? സിമിലർലി ഇന്ത്യ ഈസ് ഓൾസോ ട്രൈങ് ടു മേക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വിത്ത് ആസിയാൻ. അങ്ങനെ മെല്ലെ മെല്ലെ എന്താണ് ആസിയാനിലെ മറ്റു കൺട്രീസുമായിട്ടൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്ക് ആദ്യം പോവുകയാണ്, ഇന്ത്യ പോവുകയാണ്. തുടക്കത്തിൽ ഇന്ത്യക്ക് ആരോട് നമ്മുടെ ആസിയാനുമായിട്ട് വലിയ മൈൻഡും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ അവര് പിന്നെ എന്താണ് വളർന്നു വരുന്ന കണ്ടപ്പോൾ ഇന്ത്യക്ക് മനസ്സിലാവുകയാണ് എന്താണ് ഇവര് ആള് ചില്ലറക്കാരല്ല എന്ന് മനസ്സിലാവുകയും അവരോട് ചേർന്ന് പ്രവർത്തിക്കുകയുമാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യ ചെയ്യുന്നത്. ഇനി നമ്മൾ ചൈനയിലേക്ക് വരുന്ന സമയത്ത് ചൈനയെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? ചൈനയുടെ തുടക്ക കാലഘട്ടം നമ്മൾ പറയുകയാണെങ്കിൽ ചൈന 1949 ഒക്ടോബർ 1 ചൈന എസ്റ്റാബ്ലിഷ് ചെയ്തത്. ചൈന ഐസൊലേറ്റ് ഇറ്റ്സെൽഫ് ഫ്രം ദ ഹോൾ വേൾഡ്. എല്ലാ വേൾഡിനും ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു അവിടെ ചൈന ഉണ്ടായിരുന്നത്. ബിഗിനിങ് ചൈന ഡെവലപ്പ് ബിഗ് ഇൻഡസ്ട്രീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ്. എന്താ പറയുന്നത്? തുടക്ക കാലഘട്ടത്തിൽ beginning China developed big industries under the control of the government. Due to the lack of foreign exchange, it was difficult to get technology and goods from abroad, so try to produce everything from China inside the country. തുടക്ക കാലഘട്ടത്തിൽ എന്തായിരുന്നു? ചൈന ഒരുപാട് ബിഗ് ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു ഗവൺമെന്റ് അണ്ടറിൽ. പക്ഷെ പിന്നീട് എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ നടക്കാതെ വന്ന സമയത്ത്, നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സും ടെക്നോളജിയും ഒന്നും എന്താണ് അബ്രോഡിൽ നിന്ന് ലഭിക്കാതെ വന്ന സമയത്ത് ചൈന എന്താണ് അവരുടെ നാട്ടിൽ തന്നെ ചൈനയിൽ തന്നെ എന്താ ഓരോ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓപ്പണിംഗ് അപ്പ് ദ എക്കോണമി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് സഡൻലി ഓപ്പണിംഗ് ഇറ്റ്സ് എക്കോണമി, ചൈന ചേഞ്ച് ദ എക്കോണമി അക്കോർഡിംഗ് ടു ദ പ്ലാൻ. ചൈന മെയ്ഡ് റിലേഷൻഷിപ്പ് വിത്ത് അമേരിക്ക ഫോർ ദ ഫസ്റ്റ് ടൈം. അങ്ങനെ 1972 അമേരിക്കയുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് ചൈന പോവുകയാണ്. ഒരു വർഷം കഴിഞ്ഞ് 1973 ദ ചൈനീസ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഷോ എൻ ലൈ പ്രപ്പോസ് ദ ഡെവലപ്മെന്റ് ഇൻ അഗ്രികൾച്ചർ. അദ്ദേഹം എന്താണ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ആർമി ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ടെക്നോളജി റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയും 1978 പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ഡെങ് ജിയോപെങ് എന്ത് ചെയ്യുകയാണ്? ഒരു ഓപ്പൺ ഡോർ പോളിസി അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നു. എന്താണടാ ആഫ്റ്റർ ഓപ്പണിംഗ് ദ എക്കോണമി? അങ്ങനെ ഒരു പുതിയ എക്കോണമി എന്താണ് ചൈന അവിടെ ഓപ്പൺ ചെയ്യുകയും, അപ്പൊ ഈ എക്കോണമി ഓപ്പൺ ചെയ്തതിനെ തുടർന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ 1982 ഫാമിംഗ് എന്ത് ചെയ്യുകയാണ്? പ്രൈവറ്റൈസ്ഡ് ആവാൻ പോവുകയാണ്. ഇൻഡസ്ട്രീസ് 1988 ആവുമ്പോൾ കംപ്ലീറ്റ് പ്രൈവറ്റൈസ് ആയി മാറി. ദെൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ വാസ് എസ്റ്റാബ്ലിഷ്. അങ്ങനെ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് സോൺസ് എന്തായി എസ്റ്റാബ്ലിഷ് ആവാൻ തുടങ്ങി. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ജോയിൻ ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. 2001 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലേക്ക് ചൈന ജോയിൻ ചെയ്യുന്നു. ഈ ഒരു ദിസ് പ്രോസസ് ഈസ് കോൾഡ് റൈസ് ഓഫ് ചൈന. മറ്റുള്ള കൺട്രീസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് കിടക്കുന്ന ചൈന ഒരു സമയത്ത് പ്രൊഡക്ട്സും ഗുഡ്സും എക്സ്ചേഞ്ചും കാര്യങ്ങളും ഒന്നും എന്താണ് എവിടുന്നും വരാൻ പറ്റാതെ അബ്രോഡിൽ നിന്ന് വരാൻ പറ്റാതിരുന്ന സിറ്റുവേഷനിൽ എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സ്വന്തം രാജ്യത്ത് കൾട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ട് ചൈന എന്താണ് ഐസൊലേറ്റ് ചെയ്ത് കിടക്കുന്ന ചൈന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഭാഗമാകാനും 2001 ഭാഗമാകാനും അതിനെ തുടർന്ന് ഫാമിംഗ് അടക്കമുള്ള അതേപോലെ ഇൻഡസ്ട്രീസ് അടക്കമുള്ള കാര്യങ്ങൾ പ്രൈവറ്റൈസ് ചെയ്ത് മെല്ലെ എന്താണ് ചൈന ഉയർന്നു വരികയാണ്. ചൈനയുടെ ഒരു ഉയർച്ച, ഒരു റൈസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി നോക്കിക്കേ, കോൺസിക്വൻസ് ഓഫ് ചൈനാസ് ന്യൂ എക്കണോമിക് പോളിസി. ഈ ഒരു എക്കണോമിക് പോളിസിന്റെ കോൺസിക്വൻസ് ആണ് നമ്മൾ അടുത്ത് നോക്കിയ. എക്കണോമി പിക്സ് അപ്പ് ഡ്യൂ ടു ദ പ്രൈവറ്റൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ദ ഇൻകം ഓഫ് ദ ഫാമർ ഹാസ് ഇൻക്രീസ്. അങ്ങനെ അഗ്രികൾച്ചർ പ്രൈവറ്റൈസ് ആക്കിയപ്പോൾ എന്താണ് ഓരോരുത്തർക്കും ഓരോ കർഷകനും എന്ത് ചെയ്തു? അവന്റെ കൂലി കൂടി കിട്ടാൻ തുടങ്ങി. കർഷകന്റെ ജോലി എളുപ്പമാകാനും അവൻ ചെയ്യുന്ന കൂലിക്കനുസരിച്ചുള്ള ഒരു തുക കിട്ടാനും അവൻ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള കൂലിക്കനുസരിച്ചുള്ള ജോലിക്കനുസരിച്ച് കൂലി അവർക്ക് ലഭിക്കാനും തുടങ്ങി. അങ്ങനെ ചൈനയിൽ എന്തു ചെയ്തു? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ആവാൻ തുടങ്ങി. ഒരു സമയത്ത് ഫോറിൻ എക്സ്ചേഞ്ചോ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റോ നടക്കാത്തൊരു നാട്ടിലാണ് ഇത്തരത്തിലുള്ള മാറ്റം എന്ന് എന്റെ മക്കളെ കണ്ടറിയണം, മനസ്സിലാക്കണം. അപ്പൊ ഒന്ന് ചിന്തിക്കുക, ഏതൊരു മണ്ടനാകാനും എന്താണ് ഏതൊരു മണ്ടനും ബുദ്ധിമാനാകാനുള്ള ഒരു സമയമുണ്ട്. നമ്മൾ എന്താണ് മണ്ടനായി നിൽക്കുകയാണെങ്കിൽ പൊട്ടക്കഞ്ചിലെ തവളേനെ പോലെ നമ്മളെന്താ മണ്ടനായി നിൽക്കുള്ളൂ. പക്ഷെ ഏതൊരു മണ്ടനും എന്താ ഒരു ബുദ്ധിമാനാവാനുള്ള ഒരു സമയമുണ്ട്. അത് തന്നെയാണ് ചൈന കാണിച്ചത്. ചൈന മണ്ടനാന്ന് ഞാൻ പറയില്ല, പക്ഷെ ആരും സഹായിക്കാതെ വേൾഡ് തന്നെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് അവിടുന്ന് ഉയർന്നു വന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരെ എന്താണ് ചൈനയിൽ ഇൻക്രീസ് ആവാൻ തുടങ്ങി. ദ എമൗണ്ട് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻക്രീസ് ആൻഡ് ചൈന സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ അതർ കൺട്രീസ്. സോ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ എമൗണ്ട് ഇൻക്രീസ്
ഇൻഡിപെൻഡൻസ് ആവാൻ തുടങ്ങിയപ്പോൾ ചൈന എന്ത് ചെയ്തു? മറ്റുള്ള കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ചൈന എമേർജ് ആസ് എൻ എക്കണോമിക് പവർ ഇൻ ദ വേൾഡിൽ തന്നെ ഒരു എക്കണോമിക് പവർ ആയിട്ട് എമേർജ് ചെയ്യാൻ വേണ്ടി ചൈനക്ക് സാധിച്ചു. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മക്കളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നുമല്ലാതിരുന്ന ചൈന ഒരു സമയത്ത് എല്ലാമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാമായ ചൈനയെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ഒന്നുമല്ലാതിരുന്ന ചൈനയെ അവര് തന്നെ അവരുടെ നാട്ടിൽ തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്ത് കൃഷി ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് എല്ലാം ചെയ്തിട്ട് വേൾഡിൽ തന്നെ ഒരു എക്കണോമിക് പവറായി മാറാൻ വേണ്ടി രാജ്യത്തിൽ തന്നെ ലോകത്തിൽ തന്നെ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്ന ചൈന എന്തായി മാറുകയാണടാ വേൾഡിൽ തന്നെ ഒരു എക്കണോമിക് പവറായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം അവരെടുത്ത് എഫേർട്ടിന്റെ ഫലമാണ് മക്കളെ. ഇനി ഇവിടെ നോക്കിക്കേ, അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് നമ്മളെ ഈ വിഷുവിന് പടക്കം പൊട്ടിക്കുമ്പോ ചില പടക്കങ്ങളുണ്ട് ടുട്ടുട്ടുട്ടു എല്ലാം പൊട്ടിക്കഴിഞ്ഞ് ബാക്കി എന്നാണ് പൊട്ടുന്നത്. അതേപോലത്തെ ചില അവസാനം പൊട്ടുന്ന ചില പടക്കങ്ങളുടെ എല്ലാം കഴിഞ്ഞിട്ട് വിഷു എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കൊന്ന് ചോറൊക്കെ കഴിച്ചൊരു ഒരു ഉച്ചമയക്കം എന്ന് പറഞ്ഞ് നമ്മൾ എണീക്കില്ല. അതേപോലെയാണ് ഇന്ത്യയും ചൈനയും നമ്മളെ ബന്ധം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവര് നമ്മളെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പറയാതിരിക്കുന്നതല്ലേ, എന്നാലും ഞാൻ പറയാണ്. 1962 വാസ് വാർ ബിറ്റ്വീൻ ചൈന ആൻഡ് ഇന്ത്യ ഇൻ വിച്ച് ഇന്ത്യ ലോസ്റ്റ്. അങ്ങനെ 1962 ഇന്ത്യയും ചൈനയും എന്താണ് യുദ്ധത്തിൽ ഏർപ്പെടുക. ഘോരമായ യുദ്ധത്തിൽ എന്തു ചെയ്യുന്നു? ഇന്ത്യ പരാജയപ്പെടുന്നു. ബോർഡർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് അരുണാചൽ പ്രദേശ്. അതുമല്ല ഇവര് അതിർത്തിനെ ചൊല്ലി ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഒരുപാടുണ്ടായിരുന്നു. ജമ്മു കാശ്മീരും അതേപോലെ അരുണാചൽ പ്രദേശിലെ അതിർത്തിനെ ചൊല്ലി ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. ചൈന എന്ത് ചെയ്തു? ടിബറ്റ് ഓക്യുപ്പൈ ചെയ്തു. ദെൻ ഗ്രാൻഡിങ് അസൈലം ഇൻ ദലൈലാമ ബൈ ഇന്ത്യ. അങ്ങനെ എന്താണ് ഇന്ത്യക്കാർ ദലൈലാമക്ക് അവിടെ എന്താണ് സേലും കാര്യങ്ങളൊക്കെ എന്താ പ്രൊവൈഡ് ചെയ്തു. ഇനി എന്താണ് ഇവര് ഇങ്ങനെ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടെങ്കിലും എന്താണ് ഇവര് ഒരു നല്ല രീതിയിലൊക്കെ പോയിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവരെടുത്ത എഫേർട്ടും ഇംപ്രൂവ്മെന്റും നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ എന്താണ് ആദ്യം പറയാനുള്ളത്? പഞ്ചശീൽ എഗ്രിമെന്റ് ആണ് അതിൽ പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് നെഗോഷിയേഷൻ 1981 സ്റ്റാർട്ട് ആവുകയും ബോർഡർ ഡിസ്പ്യൂട്ടുകൾ തൽക്കാലത്തേക്ക് സെറ്റിൽ ആവുകയും ചെയ്തു. 1988 രാജീവ് ഗാന്ധി ചൈനയിലേക്ക് വരികയും സംഭവങ്ങൾ കണ്ട് മനസ്സിലാക്കി കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് അവരുടെ റിലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ കുറച്ച് എഫേർട്ട് ഒക്കെ അദ്ദേഹം എടുത്തു. ദെൻ എക്കണോമിക് കോപ്പറേഷൻ ഇൻക്രീസ് ആൻഡ് ട്രേഡ് ഓൾസോ ഇൻക്രീസ്. എക്കണോമിക് കോപ്പറേഷൻ ഇവർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് ട്രേഡ് നല്ല രീതിയിൽ എന്താണ് ഇവര് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണടാ നമുക്ക് എന്തില് ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ എന്നുള്ള നമ്മൾ ആദ്യത്തെ ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ഐ ഹോപ്പ് എന്റെ മക്കൾ എല്ലാവരും ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നും വിശ്വസിക്കുകയാണ്. സോ now we move on to our next chapter, contemporary South Asia ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. എല്ലാവരും റെഡി അല്ലേ? സെറ്റ് അല്ലേ? പവർ അല്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? പവർ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് കണ്ടംപററി സൗത്ത് ഏഷ്യ നമുക്ക് പോകാം. രാവിലെ അതിനോട് ഉറക്കച്ചടവൊക്കെ ഉണ്ട്, അത് സ്വാഭാവികം മാത്രമാണ്. അപ്പൊ നമുക്ക് എന്നാ പോവനെ കുറച്ച് ദിവസമല്ലേടാ, അത് കഴിഞ്ഞ് നമുക്ക് എന്താ എക്സാം ഒക്കെ കഴിഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ട് കിടന്നൊക്കെ ഉറങ്ങാലോ. അപ്പൊ നോക്കിക്കേ, കോണ്ടംപററി സൗത്ത് ഏഷ്യ ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അതിലാദ്യം എന്താണ് സൗത്ത് ഏഷ്യ? സൗത്ത് ഏഷ്യൻ റീജിയൻ എന്ന് പറയുന്നത് 8 കൺട്രീസ് അതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അത് ആരൊക്കെ ഉണ്ട്? നമ്മുടെ ഇന്ത്യക്കുട്ടി ഉണ്ട്, നേപ്പാൾ ഉണ്ട്, then പാകിസ്ഥാൻ, മാൽഡീവ്സ്, ഭൂട്ടാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ ആയിരുന്നു. സോറി, പാകിസ്ഥാൻ ഓൾറെഡി പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ആയിരുന്നു. അപ്പൊ ഇവരെല്ലാം ഫസ്റ്റ് ലെറ്റേഴ്സും ആലോചിച്ച് വെച്ചാൽ നമുക്ക് കിട്ടും INP, MB, SAB. അപ്പൊ നോക്കിക്കേ, ഇത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ആലോചിച്ചത് INP എന്താ? ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ. MB എന്താണ്? NB എന്താണ്? മാൽദീവ്സും ഭൂട്ടാൻ. SAB എന്താണ്? ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, B ബംഗ്ലാദേശ്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാമെടാ. ഫീച്ചേഴ്സ് ഓഫ് സൗത്ത് ഏഷ്യ. സൗത്ത് ഏഷ്യക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിലുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് ജിയോഗ്രഫിക്കൽ നോക്കാം, then നമുക്ക് പൊളിറ്റിക്കൽ നോക്കാം. ജിയോഗ്രഫിക്കലിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിച്ചേ, this region is bounded by Himalayas in north, the Indian Ocean in south, Bay of Bengal in the east and the Arabian Sea in the west. അപ്പൊ ചുറ്റുപാടും പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ജിയോഗ്രഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് ഭാഗത്ത് നമ്മുടെ ഹിമാലയ ചക്കൻ ഉണ്ട്, അതേപോലെ സൗത്ത് ഭാഗത്ത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, ദെൻ നമ്മുടെ ഈസ്റ്റ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ബേ ഓഫ് ബംഗാൾ ഉണ്ട്, അതേപോലെ വെസ്റ്റിൽ നോക്കുകയാണെങ്കിൽ അറേബ്യൻ സീ ഉണ്ട്. അപ്പം അമ്മൂമ്മയും കൊച്ചപ്പനും അതേപോലെ ഇളയച്ചനും മൂത്തച്ഛനും ആയിട്ട് എല്ലാവരും
നമ്മൾ എന്താ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട് എന്നാ പറഞ്ഞത്. ബിക്കോസ് ഓഫ് ദിസ് ഡിഫറൻസ് ദ ഏരിയ ഇസ് ഫിൽഡ് വിത്ത് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഡൈവേഴ്സിറ്റി. അങ്ങനെ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ നോക്കൂലേ, അതേപോലെ എല്ലാവരുടെയും ഒരു കണ്ണ് നമ്മൾ നേരിടല്ലേ. അതേപോലെ തന്നെ ഈ സൗത്ത് ഏഷ്യൻ റീജിയൻസിൽ എന്താണ് ഒരുപാട് കൾച്ചറലി ആൻഡ് സോഷ്യൽ ഡൈവേഴ്സിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പൊളിറ്റിക്കലി വരുന്ന സമയത്തടാ, പൊളിറ്റിക്കൽ ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ട് ഫോർ ഡെമോക്രസി ബൈ ഓൾ കൺട്രീസ്. ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് ദ കൺട്രീസ് ഡിഡ് നോട്ട് റിമൈൻ സ്റ്റേബിൾ. ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഹാവ് ബീൻ സക്സസ്ഫുള്ളി മെയിൻറ്റെയിനിങ് ഡെമോക്രസി ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് ശേഷം ഇന്ത്യയും ശ്രീലങ്കയും നല്ല രീതിയിൽ എന്താണ് അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകായിരുന്നു. പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ് ഹാവ് ബോത്ത് ഡെമോക്രാറ്റിക് ആൻഡ് മിലിറ്ററി റൂൾ. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും എന്താ മിലിറ്ററി റൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ നേപ്പാളിൽ എന്തായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിരുന്നു 2006 വരെ ഉണ്ടായിരുന്നത് ടിൽ 2006 ആൻഡ് ദെൻ ഡെമോക്രസി. പിന്നെയാണ് ഡെമോക്രസി വന്നിട്ടുണ്ടായിരുന്നത്. മാൽദീവ്സിൽ ഒരു സുൽത്താനേറ്റ് ആയിരുന്നു 1968 ഉണ്ടായിരുന്നത്. ഇപ്പം ഡെമോക്രസിയാണ് നമുക്ക് പറയാൻ സാധിക്കും. ഇതാണ് അവരുടെ പൊളിറ്റിക്കൽ ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ. ഇനി ഈ സൗത്ത് ഏഷ്യൻ കൺട്രീസിലെ പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ, പൊട്ടലും ചീറ്റലും എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സെറ്റല്ലേ? നോക്കിക്കേ, ഇവർ തമ്മിൽ എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞ അതിർത്തി തർക്കം. നമ്മൾ നേരത്തെ പറഞ്ഞ ബോർഡർ ചൊല്ലിയിട്ട് കാശ്മീർ, അതേപോലെ തന്നെ അരുണാചൽ പ്രദേശ്, അപ്പൊ ബോർഡർ ഡിസ്പ്യൂട്ട്സ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ റിവറിനെ ചൊല്ലി, നദീനെ ചൊല്ലിയിട്ട് ഡിസ്പ്യൂട്ട്, റിബല്യൻസ്, കലാപങ്ങൾ, എത്നിക് കോൺഫ്ലിക്റ്റ്, പുവർ ആയിട്ടുള്ള എക്കണോമിക് കണ്ടീഷൻ, അതിനെ ചൊല്ലിയിട്ട് എപ്പോഴും ഇവരെന്താ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺട്രീസ് ഓഫ് സൗത്ത് ഏഷ്യയിലെ പാകിസ്ഥാനെ കുറിച്ചാണ്. അപ്പൊ ഓരോ കൺട്രീസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വരാം അല്ലെ. അപ്പൊ പാകിസ്ഥാനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ശ്രദ്ധിച്ചേ. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് മിലിറ്ററി റൂൾ ആയിരുന്നു പാകിസ്ഥാനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ലീഡർ ആരായിരുന്നു? അയ്യൂബ് ഖാൻ ആയിരുന്നു ലീഡർ ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഡ്യൂ ടു പബ്ലിക് ഡിസ്പ്ലഷർ ജനറൽ യാഹ്യ ഖാൻ ഓവർത്രൂ അയ്യൂബ് ഖാൻ ആൻഡ് ഹിംസെൽഫ് കെയിം അണ്ടർ ദ റൂൾ. അങ്ങനെ ആളുകൾക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ് ജനറൽ ആയിട്ടുണ്ടായ യഹ്യ ഖാൻ എന്ത് ചെയ്യാണ് അവിടെ ഭരണത്തിൽ വരുന്നു. പിന്നെ എന്ത് ചെയ്യാണ് 1971 ഒരു ക്രൈസിസ് നടക്കുകയാണ്. ആ ക്രൈസിസ് എന്താ? ബംഗ്ലാദേശ് ക്രൈസിസ് ആയിരുന്നു. ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വാസ് ഫോം ഇൻ പാകിസ്ഥാൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സുൽഫിക്കർ അലി ഭൂട്ടോ. അങ്ങനെ എന്ത് സംഭവിക്കുകയാണ്? സുൽഫിക്കർ അലി ഭൂട്ടോയുടെ നേതൃത്വത്തിൽ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് പാകിസ്ഥാനിൽ ഫോം ചെയ്യുന്നു. ഈ ഗവൺമെന്റ് ലാസ്റ്റ് ടിൽ 1977 വരെ ഈ ഗവൺമെന്റ് എന്തായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സിയാഉൽ ഹക്ക് എന്ത് ചെയ്യാണ്? ഓവർത്രോൺ ചെയ്തിട്ട് ഗവൺമെന്റ് വീണ്ടും എന്താക്കാണ്? ഒരു മിലിറ്ററി റൂള് പാകിസ്ഥാനിൽ വരികയാണ് ചെയ്യുന്നത്. 1982 എന്തു സംഭവിക്കുകയാണ്? ഒരുപാട് മൂവ്മെന്റ്സ് എന്ത് ചെയ്യാണ് പാകിസ്ഥാനിൽ നടക്കുന്നു. മൂവ്മെന്റ്സ് ഇൻ സപ്പോർട്ട് ഓഫ് ഡെമോക്രസി ഇൻ പാകിസ്ഥാൻ ഇൻ 1988 വൺസ് അഗൈൻ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വാസ് ഫോം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബെനസീർ ഭൂട്ടോ. അങ്ങനെ എന്ത് ചെയ്യും? ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വേണമെന്നാണ് മൂവ്മെന്റ് നടക്കുന്നു 1988. അങ്ങനെ ബെനസീർ ഭൂട്ടോയുടെ ലീഡർഷിപ്പിൽ വീണ്ടും ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഭരണത്തിൽ വരികയാണ്. പക്ഷെ അത് അധികം നാൾ നീണ്ടു നിന്നില്ല. 1999 ആവുന്ന സമയത്ത് എന്താണ് വീണ്ടും ജനറൽ ആയിരുന്ന പേർവേസ് മുഷറഫ് എന്ത് ചെയ്യാണ്? ആ പവർ സീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഡെമോക്രസി കുഡ് നോട്ട് ബി എസ്റ്റാബ്ലിഷ് ഇൻ പാകിസ്ഥാൻ? പാകിസ്ഥാനിൽ എപ്പോഴും എന്താ ഒരു ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഡൊമീനിയൻ ഓഫ് റിലീജിയസ് ലീഡേഴ്സിന്റെയും ആർമിയുടെയും ലാൻഡ് ഓണേഴ്സിന്റെ ഒരു ഡോമിനേഷൻ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ. അതേപോലെ തന്നെ എന്താണ്? ആർമി come into power by showing to fear of Indian attack, support of military rule by most political and social organization. എന്താണ്? മിലിറ്ററി റൂളിനെ ആയിരുന്നു എല്ലാവരും എന്താ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായത്. സപ്പോർട്ട് ഓഫ് മിലിറ്ററി റൂൾ ബൈ മോസ്റ്റ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ഇന്റർനാഷണൽ സപ്പോർട്ട് അവർക്കില്ലായിരുന്നു. ദെൻ മിലിറ്ററി റൂൾ സപ്പോർട്ടഡ് ബൈ അതർ കൺട്രീസ് ഫോർ ദർ ഓൺ ബെനിഫിറ്റ്. ബാക്കിയുള്ള കൺട്രീസും എന്താണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു. മിലിറ്ററി റൂളാണ് നല്ലതെന്ന് സപ്പോർട്ട് ചെയ്തു. കാരണം അവർക്കൊരു ആവശ്യം വരുമ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് കറപ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരുന്നു. സോ കറപ്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് ഡെമോക്രസി എന്താണ് നമ്മുടെ പാകിസ്ഥാനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാതായി പോയത്. ഇനി ബംഗ്ലാദേശിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ഡ്യൂ ടു ദ ലാർജ് മുസ്ലിം പോപ്പുലേഷൻ ഇൻ 2 റീജിയൻ. അതായത് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് ഒരു ലാർജ് മുസ്ലിം പോപ്പുലേഷൻ 2 റീജിയൻസിൽ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഒന്ന് എന്താണ്? വൺ ഓഫ് ദിസ് ഏരിയ വാസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് അതർ വാസ് ഇൻ ദ വെസ്റ്റ്. വെസ്റ്റും ഈസ്റ്റും ഒരു കൂട്ടർ വേണം. ഇവർ തമ്മിലെ പ്രധാന പ്രോബ്ലം എന്താന്ന് വെച്ചാൽ there were more people speaking ബംഗാളി. ഈസ്റ്റ് പാകിസ്ഥാനിലെ ആളുകളൊക്കെ മക്കളെ
ബംഗാളി ഭാഷയാണ് സംസാരിക്കുക. സോ സിൻസ് ഇൻഡിപെൻഡന്റ് വെസ്റ്റ് പാകിസ്ഥാൻ ട്രൈ ടു ഇമ്പോസ്, അവിടെ ഉറുദു ലാംഗ്വേജ് എന്ത് ചെയ്യുന്നത് ഇമ്പോസ് ചെയ്യാൻ ശ്രമിച്ചു. അത് ആളുകൾ എന്ത് ചെയ്യുക, അതിനെ എതിർക്കുക ചെയ്തു. ആളുകൾക്ക് അത് ഇഷ്ടമല്ല, അവർക്ക് അവർ ബംഗാളി ഭാഷ സംസാരിക്കാം. അപ്പൊ അങ്ങനെ സംഭവം എവിടെയാണ്, അവിടെ ഒരുപാട് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഈ ബംഗാളി അവരെ കൾച്ചറിന് എന്താണ് ഒരു ബാഡ് ബിഹേവിയർ ഉണ്ടായതിനെ തുടർന്ന് ഒരുപാട് പ്രൊട്ടസ്റ്റ് നടക്കുന്നു. അങ്ങനെ ഈസ്റ്റ് പാകിസ്ഥാനിൽ ഒരു മൂവ്മെന്റ് നടക്കുന്നു. നമ്മുടെ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആയിരുന്നു ആ മൂവ്മെന്റ് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1970 ഇലക്ഷനിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാനെ അവാമി ലീഗ് എന്ത് ചെയ്യാണ്, ഈസ്റ്റ് പാകിസ്ഥാനിലെ അവാമി ലീഗിൽ നമ്മുടെ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ വിജയിക്കും. ആ പാർട്ടിയുടെ ഇലക്ഷനിൽ വിജയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബട്ട് അതെന്താണ്, നമ്മുടെ വെസ്റ്റ് പാകിസ്ഥാനിലെ ഗവൺമെന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈസ്റ്റ് പാകിസ്ഥാനിലെ മൂവ്മെന്റ് ഒക്കെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യഹിയ ഖാൻ എന്ത് ചെയ്യാ, സെൻഡ് ദ ആർമി. അങ്ങനെ യഹിയ ഖാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ വെസ്റ്റ് പാകിസ്ഥാനിലെ റൂളറായ യഹിയ ഖാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് എന്ത് ചെയ്യുന്നു, ആർമീനെ പറഞ്ഞു വിടുകയും ഒരുപാട് ആളുകൾ എന്താണ് അവിടുന്ന് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ഈസ്റ്റ് പാകിസ്ഥാന് ഇൻഡിപെൻഡന്റ് ലഭിക്കാൻ പോവുകയാണ്. അത് ഇന്ത്യക്കാർ കാരണമാണ് ലഭിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ആളുകൾ എന്താ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അപ്പൊ ഇന്ത്യ ഓൾറെഡി എന്താണ് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടി ഒരു അരക്ഷിതാവസ്ഥയിൽ നിൽക്കുകയാണ്. പുതിയൊരു എക്കണോമിയും കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് ബിൽഡ് ചെയ്യണം. ഇന്ത്യ സ്റ്റാർട്ടഡ് സപ്പോർട്ടിങ് ഡിമാൻഡ് ഓഫ് ഇന്ത്യ. അങ്ങനെ എന്ത് ചെയ്യാണ്, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ എന്താണ് സ്റ്റാർട്ടഡ് കമ്മിങ് ഇന്ത്യയിൽ എന്താണ് ഒരുപാട് അഭയാർത്ഥികൾ വരുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈസ്റ്റ് പാകിസ്ഥാന് ഇൻഡിപെൻഡൻസിന് വേണ്ടി സഹായിക്കാമെന്നും ഇന്ത്യ പറയുന്നു. അങ്ങനെ ഒരു എക്കണോമിക് ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ് ഈസ്റ്റ് പാകിസ്ഥാന് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നു. അത് അവർക്കൊരു ഭയങ്കര ഹെൽപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ബ്രോക്ക് ഔട്ട് ബിറ്റ്വീൻ വെസ്റ്റ് പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ വോൺ ദിസ് വാർ. അങ്ങനെ വെസ്റ്റ് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് എന്താ വാർ നടക്കുന്നു. അതിൽ ഇന്ത്യ വിജയിക്കുകയും ഈസ്റ്റ് പാകിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിക്കുകയും അങ്ങനെ അതൊരു പുതിയ കൺട്രിയായി മാറുകയും ചെയ്തു. അതാണ് മക്കളെ എന്താണ് ഗാന്ധിജി സ്വപ്നം കണ്ട കിണാശ്ശേരി എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഗാന്ധിജി സ്വപ്നം കണ്ട കിണാശ്ശേരി അല്ല, മീൻസ് ഇതാണ് ഒരു ടോക്കാണ്. ഇനി ഗാന്ധിജി അത് സ്വപ്നം കണ്ടതൊന്നും പ്രശ്നമാക്കേണ്ട. എന്താണ് ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇത് ഇവിടെ ആര് സ്വപ്നം കണ്ട ഇന്ത്യ, നമ്മുടെ ഈസ്റ്റ് പാകിസ്ഥാൻകാർ സ്വപ്നം കണ്ട ഒരു രാജ്യം അവിടെ ഉടലെടുക്കുകയാണ്. എന്താണ് നമ്മുടെ ബംഗ്ലാദേശ് അവിടെ എന്താ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇൻഡിപെൻഡൻസിന് ശേഷം ബംഗ്ലാദേശ് മേഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ. അവരൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുകയാണ്. അതിൽ അവരെന്തായിരുന്നു, ഒരു സോഷ്യലിസ്റ്റ് കൺട്രി, സെക്യുലർ ഡെമോക്രാറ്റിക്, അതിനായിരുന്നു അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1975 ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് എന്താ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് പാർലമെന്ററി സിസ്റ്റത്തിന് പകരം ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നു. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എൻഡഡ് ഓൾ പാർട്ടി എക്സെപ്റ്റ് ഹിസ് ഓൺ പാർട്ടി ബൈ അവാമി ലീഗ്. എല്ലാ പാർട്ടീസും ഇത് എൻഡ് ചെയ്തു. അവാമി പാർട്ടി അല്ലാതെ ബാക്കിയെല്ലാം എൻഡ് ചെയ്തു. Because of this, the tension in the country increased and the army revolted. Sheikh Mujibur Rahman was killed by the army. അങ്ങനെ ആർമി വന്നിട്ട് ഈസ്റ്റ് പാകിസ്ഥാൻ ആർമി വന്നിട്ട് അദ്ദേഹത്തിന് കൊല്ലുന്നു. മിലിറ്ററി റൂൾ അഗെയിൻ ബംഗ്ലാദേശിൽ വരുന്നു. അങ്ങനെ ആഫ്റ്റർ ദിസ് ഷിയാവുർ റഹ്മാൻ ഫോം ദ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി. അതിനുശേഷം നമ്മുടെ സിയാവുർ റഹ്മാൻ എന്ത് ചെയ്യാ, ഒരു ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഫോം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാ, നോർമലൈസ് ദ സിസ്റ്റം. ബട്ട് ഹി ഓൾസോ അസാസിനേറ്റഡ്. അദ്ദേഹം എല്ലാ സിസ്റ്റം എന്താ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യാടാ, അദ്ദേഹം അസാസിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിനുശേഷം ആഫ്റ്റർ സിയാവുർ റഹ്മാൻ മിലിറ്ററി പിന്നെയും എന്ത് ചെയ്യുകയാണ്, വരികയാണ്. HM ഇർഷാദിന്റെ നേതൃത്വത്തിൽ ഒരു മിലിറ്ററി റൂൾ വരികയാണ്. ദിസ് റൂൾ വാസ് ഒപ്പോസ്ഡ് ബൈ ദ സ്റ്റുഡൻസും. ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഈ ഒരു മിലിറ്ററി റൂളിനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. 1990 അങ്ങനെ ബംഗ്ലാദേശിൽ എന്താ മിലിറ്ററി റൂൾ എൻഡ് ആവുകയും ആഫ്റ്റർ ദിസ് ഡെമോക്രസി എസ്റ്റാബ്ലിഷ്ഡ് സിൻസ് 1991 ദർ ഈസ് ഡെമോക്രസി ഇൻ ബംഗ്ലാദേശ്. അന്ന് മുതൽ ഇന്ന് വരെ 1991 മുതൽ ഇന്ന് വരെ എന്താണ് ബംഗ്ലാദേശിൽ ഡെമോക്രസിയാണ് നിലനിൽക്കുന്നത്. അപ്പൊ സ്റ്റുഡൻസ് ആണ് അവസാനം എന്താ ഒരുപാട് പേരെന്താണ് ഇവിടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആവാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു. അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുത്തിയിട്ട് പ്രവർത്തിച്ചിരുന്നു അല്ലെ. അപ്പൊ എന്നിട്ട് അവസാനം എന്താണ് അതവര് ലക്ഷ്യം കാണുകയല്ലേ. അതിനൊന്നും സാക്ഷ്യം വഹിക്കാൻ അവരുടെ ജീവൻ ഇല്ലായിരുന്നെങ്കിലും മക്കളെ എന്താണ് അവരൊക്കെ അതിലെന്താണ് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേപ്പാളിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിച്ചേ, നേപ്പാൾ വാസ് ഹിന്ദു നേഷൻ അല്ലെ. നമ്മൾ ചരിത്രപരമായി നോക്കുമ്പോൾ നേപ്പാൾ എന്താ ഹിന്ദു നേഷൻ എന്നാണ് പറയാം. ഡ്യൂറിംഗ് ദിസ് ടൈം പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പീപ്പിൾ ഓഫ് നേപ്പാൾ കെപ്റ്റ് ഡിമാൻഡിങ് ഡെമോക്രസി. നമ്മളെ പൊളിറ്റിക്കൽ പാർട്ടീസും
ആളുകളൊക്കെ എന്താണ് നമുക്ക് ഡെമോക്രസി വേണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ബട്ട് യൂസിങ് ദ ആർമി ദ കിങ് സപ്രസ് ദിസ് മൂവ്മെന്റ്. പക്ഷെ എന്താണ് ആ കിങ് എന്ത് ചെയ്യാണ്, ആ ആർമി, ആ കിങ്ങും കിങ്ങിന്റെ ആർമി എന്ത് ചെയ്യുക, ആ ഒരു മൂവ്മെന്റ് സപ്രസ് ചെയ്യുന്നു. ദെൻ നേപ്പാളിലെ ആളുകൾ വീണ്ടും എന്ത് ചെയ്യുക, എഫേർട്ട് എടുക്കുകയാണ്. 1990 ദ കിങ് എന്ത് ചെയ്യാണ്, ഒരു ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്സെപ്റ്റ് ചെയ്യുകയും. പക്ഷെ എന്ത് സംഭവിക്കുകയാണ്, ദ ഇൻഫ്ലുവൻസ് ഓഫ് മാവോയിസ്റ്റ് ഇൻ നേപ്പാൾ ഹാസ് ഓൾസോ ഇൻക്രീസ്. 1990-കളിൽ മാവോയിസ്റ്റ് നേപ്പാളില് കൂടിക്കൊണ്ടുവരികയും അങ്ങനെ എന്ത് സംഭവിക്കുകയാണ്, മാവോയിസ്റ്റും കിങ് ആർമിയും തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയും സ്ട്രഗിൾസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അജിറ്റേറ്റിംഗ് ഫോർ ഡെമോക്രസി ഓൾസോ ജോയിൻ ഇൻ ദിസ് വേ. ട്രയാങ്കുലർ കോൺഫ്ലിക്ട് സ്റ്റാർട്ട് ഇൻ നേപ്പാൾ. ഒരു ട്രയാങ്കുലർ കോൺഫ്ലിക്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദിസ് സ്ട്രഗിൾ വെന്റ് ഓൺ ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലത്തോളം ഈ മാവോയിസ്റ്റും ഇവരും തമ്മിൽ അറ്റാക്ക് നീണ്ടുപോകുന്നു. പാർലമെന്റ് വാസ് ഡിസോൾവ് ബൈ ദ കിങ് 2002 ആൻഡ് ദ ഗവൺമെന്റ് വാസ് സ്റ്റോപ്പിഡ്. അപ്പം കിങ്ങിനെ ഒഴിവാക്കിയിട്ട് എന്താണ് ഗവൺമെന്റ് വരികയാണ്. അജിറ്റേഷൻ again started again and this time the government had borne down after the democratic government was established. Now നേപ്പാൾ എന്ത് ചെയ്യാ, ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും 2006 മുതൽ എന്താണ് നേപ്പാൾ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ് നടക്കുന്നത്. നേപ്പാൾ എന്തു ചെയ്തു, അവർ സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വരെ ബിൽഡ് ചെയ്തു എന്നാണ് പറയുന്നതടാ. ഇനി നമ്മൾ പോകുന്നത് ശ്രീലങ്കയിലേക്കാണടാ യാത്ര പോകുന്നത്. ശ്രീലങ്കയെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, 1948 ഇവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. ശ്രീലങ്കയും അതേപോലെ തന്നെ ശ്രീലങ്ക ഈസ് എ എത്നിക് ഡിസ്പ്യൂട്ട്. അവിടുത്തെ നമ്മൾ പറഞ്ഞത് ഇവർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ സൗത്ത് ഏഷ്യൻ കൺട്രീസ്, അതിലൊരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ എത്നിക് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു, തമീസും സിൻഹലാസും വെച്ചാൽ. തമീസ് എന്ന് പറഞ്ഞാല് മൈഗ്രേറ്റഡ് ഫ്രം ഇന്ത്യ ആൻഡ് സെറ്റിൽഡ് ഇൻ ശ്രീലങ്ക. ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകളായിരുന്നു. ശ്രീലങ്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നാണ് തമീസ് എന്ന് പറയുന്നത്. സിൻഹലാസ് എന്ന് പറയുന്നത് എന്താണ്, ശ്രീലങ്കയിലെ നേറ്റീവ്സ് ആയിരുന്നു സിൻഹലാസ്, അവിടെ ഉള്ള ആളുകളായിരുന്നു. അപ്പൊ ഇവരെ കോൺഫ്ലിക്റ്റിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ ശ്രീലങ്കയിലെ നേറ്റീവ്സ് ആയ സിൻഹലാസ് ബിലീവ് ചെയ്ത് വെച്ചാല് that they have right over ശ്രീലങ്ക and Tamil should not give any kind of concession. ആ ഒരു ലെവലായിരുന്നു ഇവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചിന്ത കാരണം തമിഴിന് എന്തായിരുന്നു, ഒരു പൊളിറ്റിക്സിലൊക്കെ ഒരിക്കലും ഒരു ഈക്വൽ ഒരു ഷെയറും കാര്യങ്ങളും ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഇങ്ങനെ കൂടി വന്ന സമയത്ത് തമിഴ് എന്ത് ചെയ്യാ, ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാണ്, LTTE, അതായത് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇവർ ഫോം ചെയ്യുന്നു. എന്നിട്ട് അവരെന്താണ് ഒരുപാട് കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഡിമാൻഡിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാൻ LTT said that region of Sri Lanka should be made a separate country. Presently, LTT and its supporters have been eliminated and Tamils of Sri Lanka are demanding equal rights. അല്ലെ, ഇനി ഇവിടെ നോക്കിക്കേ, ഈ ഒരു പ്രശ്നത്തിൽ ഇന്ത്യയുടെ ഒരു ഇന്റർവെൻഷൻ നടക്കുന്നുണ്ട്. ഇന്ത്യൻ ഇന്റർവെൻഷൻ എന്ന് പറയുന്ന മക്കളെ തമിഴ് ഓഫ് ഇന്ത്യ പുട്ട് പ്രഷർ ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ അതായത് നമ്മൾ എന്താണ്, ഇന്ത്യയിലെ തമിഴായിട്ട് ആളുകൾ എന്ത് ചെയ്യാണ്, ഇന്ത്യക്ക് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പ്രഷർ കൊടുക്കുകയും ഈ ഒരു പ്രശ്നത്തിൽ എന്താണ് ഇടപെടാനും പറഞ്ഞു. അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, ഇന്ത്യ ഗവൺമെന്റ് ശ്രീലങ്കൻ ഗവൺമെന്റ് സംസാരിച്ചു 1987 എന്താണ് ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിന് എന്ത് ചെയ്യാണ്, ആ പ്രശ്നം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. പക്ഷെ പീസ് ആർമി ഗോട്ട് സ്റ്റക്ക് ഇൻ ദ കോൺഫ്ലിക്റ്റ്. പക്ഷെ ഇവരെന്താണ്, ഈ ഒരു LTTയും അതേപോലെ തന്നെ ശ്രീലങ്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റെക്കായി പോവാണ്. അവസാനം 1998 എന്ത് ചെയ്യുക, ഇന്ത്യ ഈ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിന് എന്ത് ചെയ്യാണ്, അവര് വിഡ്രോ ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഗോൾ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് പീസ് കുഡ് നോട്ട് ബി അച്ചീവ്ഡ്. പക്ഷെ ഇപ്പോഴും ശ്രീലങ്കയും അവിടുത്തെ ശ്രീലങ്കയിലെ തമിഴ്സും സിൻഹലാസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും എന്താണ്, നമുക്കത് ക്ലിയർ ചെയ്യാനും കാര്യങ്ങളൊന്നും സാധിച്ചിട്ടില്ല. ഇനി നമ്മൾ ശ്രീലങ്കയുടെ എക്കണോമിക് സ്റ്റാറ്റസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഡിസ്പൈറ്റ് ഓഫ് സിവിൽ വാർ ശ്രീലങ്ക റാപ്പിഡ്ലി ഇവർ ഡെവലപ്പ് ആയി വന്നിരുന്നു. ശ്രീലങ്ക വാസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ കൺട്രോൾ. ഇവർ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ശ്രീലങ്ക വാസ് ദ ഫസ്റ്റ് ലിബറലൈസ് ഇൻ ഇറ്റ്സ് എക്കണോമി. ഇൻ സൗത്ത് ഏഷ്യയിൽ ആദ്യമായിട്ട് ലിബറലൈസ് ആയ എക്കണോമി ശ്രീലങ്കയുടേതാണ് മക്കളെ. അതേപോലെ തന്നെ ഇവരുടെ സൗത്ത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ GDP ഹയസ്റ്റ് റേറ്റിലെത്തിയതും ശ്രീലങ്കയാണ്. ദെൻ മാൽദീവ്സ് നമുക്കിനി പഠിക്കാമടാ. മാൽദീവ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവർക്ക് എപ്പോഴാണ് മാൽദീവ്സ് വാസ് അണ്ടർ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് അണ്ടിൽ 1965 വരെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിലായിരുന്നു. 1995 ഇവർക്ക് ഫ്രീഡം കിട്ടിയത്. ഇൻ ദ സെൻസ് മാൽദീവ്സ് ഗെയിൻ ഇൻഡിപെൻഡൻസ് ഫ്രം ദ ബ്രിട്ടീഷ് റൂളിൽ 1965 ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പിന്നെ ഇവർ ഒരു സുൽത്താനേറ്റ് ആയിരുന്നു.
നമ്മുടെ മുഹമ്മദ് ഫാരിദ് ദീദിയുടെ അണ്ടറിൽ ഒരു സുൽത്താനേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1968 ദിസ് മൊണാർക്കി ഈ ഒരു മൊണാർക്കിനെ അബോളിഷ് ചെയ്തിട്ട് ഒരു റിപ്പബ്ലിക് എന്താണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ടിൽ ഇപ്പം വരെ എന്താണ് അവിടെ ഒരു റിപ്പബ്ലിക് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭൂട്ടാനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്ത് 2008 മക്കളെ. ഭൂട്ടാൻ കറന്റ്ലി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിട്ടാണ് ഭൂട്ടാൻ എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവര് തമ്മിലുള്ള റിലേഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് കൺട്രീസ് ഓഫ് സൗത്ത് ഏഷ്യ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ ദേ ഹാവ് ബീൻ 4 വാർസ് ബിറ്റ്വീൻ ഇന്ത്യ പാകിസ്ഥാൻ. നല്ല ബന്ധം, നല്ല മുന്തിയ ബന്ധം കേട്ടില്ലേ. 4 യുദ്ധങ്ങൾ തമ്മിലുള്ള. അപ്പൊ തന്നെ നമുക്ക് എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം മനസ്സിലല്ലേ. 1947 കാശ്മീർ ഡിസ്പ്യൂട്ട് നടന്നു. 1965 കാവേരിയിലെ റിവർ വാട്ടർ ഡിവിഷന്റെ പ്രശ്നം നടന്നു. 1971 നമ്മളെ ബംഗ്ലാദേശിന് ഫ്രീഡം ഉണ്ടാക്കി കൊടുത്ത ആ സംഭവ പ്രശ്നം നടന്നു. ദെൻ 1999 കാർഗിൽ വാർ നടന്നു. ഇതൊക്കെ എന്താ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇവര് തമ്മിലുള്ള പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് കാശ്മീർ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, അതേപോലെ ബോർഡർ ഇഷ്യൂസ് ഉണ്ട്, ദെൻ ടെററിസം, സപ്പോർട്ട് ഓഫ് ടെററിസം ബൈ പാകിസ്ഥാൻ, ടെററിസം സപ്പോർട്ട് ചെയ്യുന്നതിനെ തുടർന്ന് പ്രശ്നങ്ങളുണ്ട്. അവരുടെ പോലെ തന്നെ ഒരു സെപ്പറേറ്റിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ, അതിനെ തുടർന്ന് പ്രശ്നം. ദെൻ റിവർ വാട്ടർ, ഒബിയസ്ലി റിവർ വാട്ടർ ഒക്കെ എന്താണ് ഇവര് തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമായി. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് മക്കളെ ഇല്ലീഗൽ എൻട്രി ഓഫ് തൗസൻഡ്സ് ഓഫ് ബംഗ്ലാദേശ് എന്ത് ചെയ്തിരുന്നു, ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ബ്രഹ്മപുത്ര, അതേപോലെ തന്നെ ഗംഗയിലെ റിവർ വാട്ടർ ഷെയറിംഗ് ആയിട്ട് ഇഷ്യൂസ് നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നോൺ എക്സ്പോർട്ട് ഓഫ് നാച്ചുറൽ ഗ്യാസ് ബൈ ബംഗ്ലാദേശ് ടു ഇന്ത്യ. ദെൻ ബംഗ്ലാദേശ് സപ്പോർട്ട് ദ ആന്റി ഇന്ത്യൻ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡു നോട്ട് ഗീവ് വേ ടു ഇന്ത്യൻ ആർമി ടു ഗോ ടു ഈസ്റ്റ് ഇന്ത്യ. സോ ഇതൊക്കെ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിലും ഇവർ തമ്മിലൊരു കോപ്പറേഷൻ മക്കളെ ബിൽഡ് ചെയ്തിരുന്നു. നല്ല രീതിയിൽ എക്കണോമിക് റിലേഷൻസ് ഇവർ തമ്മിലുണ്ടായിരുന്നു. ദെൻ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റോ എൻവയോൺമെന്റ് ഇഷ്യൂസ് വരുമ്പോഴോ രണ്ടുപേരും ഒരുമിച്ച് ചേരുമായിരുന്നു. ബംഗ്ലാദേശ് ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യ ലുക്ക് ഈസ്റ്റ് പോൾ. എത്രത്തോളം ഇന്ത്യക്ക് ഒരു ഈസ്റ്റ് പോളിസി ഉണ്ട് നമുക്ക് മനസ്സിലാവുന്നതിന് ഉത്തമ ഉദാഹരണമാണ് എന്ത് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഇന്ത്യയും നേപ്പാളും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയും നേപ്പാളും മക്കളെ നോക്കുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റ് പ്രശ്നത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ നമ്മൾ കാണുന്നത് ദർ ഹാവ് ബീൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നേപ്പാൾ റിഗാർഡിംഗ് ട്രേഡ് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യസ് കൺസേൺ ഈസ് ഓൾസോ അബൌട്ട് ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ചൈന ആൻഡ് നേപ്പാൾ. അപ്പൊ ആ ഒരു എപ്പോഴും ചൈനയായിട്ട് നേപ്പാൾ നല്ല ബന്ധമുണ്ട്, അത് ഇന്ത്യ എപ്പോഴും കൺസേൺ ആയിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ നമ്മൾ എന്താണ് അവിടെ മാവോയിസ്റ്റ് എന്താണ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കതൊരു അറ്റാക്ക് ആവുമെന്ന് ഇന്ത്യ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ആന്റി ഇന്ത്യൻ എലമെന്റ്സ് ഒക്കെ നേപ്പാളിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ തമ്മിൽ എന്താ ഒരു കോപ്പറേഷൻ ഉണ്ടായത്, ലൈക്ക് നമ്മുടെ സയൻസിന്റെയും ബിസിനസിന്റെയും ആ ഒരു ഫീൽഡിലൊക്കെ നല്ല രീതിയിൽ ഒരു കോപ്പറേഷൻ ഇവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ദർ ഈസ് എൻ എഗ്രിമെന്റ് ഓഫ് ഫ്രീ മൂവ്മെന്റ് ബിറ്റ്വീൻ ബോത്ത് ദ കൺട്രീസ്. ഇവർ തമ്മിൽ എന്താണ് ഒരു ഫ്രീ മൂവ്മെന്റ് ഉണ്ട്. നമുക്ക് ഈ ഒരു കൺട്രിയിലേക്ക് പോകാൻ, നേപ്പാളിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ കയ്യിൽ പാസ്പോർട്ടും വിസയും ഒന്നും വേണ്ട, നമുക്ക് നേപ്പാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്കീമിൽ നമ്മൾ ആര് സഹായിച്ചിട്ടുണ്ട്, നേപ്പാൾ സഹായിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്താണ് ഇവർ കോപ്പറേഷനിലൂടെ നിലനിന്നു പോകുന്നുണ്ട്. ശ്രീലങ്കയുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ആ തമിഴ് സ്റ്റാറ്റസ് ആണ് പ്രധാന പ്രശ്നമായി വരുന്നത്. 1987 പീസ് കീപ്പിംഗ് ഫോഴ്സിന് ഇന്ത്യ ശ്രീലങ്കയിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തിന് ഇന്ത്യ നമ്മളുടെ ഇന്റേണൽ അഫയേഴ്സിൽ ഇടപെടണം, ഇന്റർഫിയർ ചെയ്യണം എന്നുള്ള ഒരു കാര്യം അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ തമ്മിൽ എന്തായിരുന്നു ഒരുപാട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് ഒപ്പുവെച്ചിരുന്നു. ലൈക്ക് നമ്മൾക്ക് എന്താ ഇന്ത്യ ഡ്യൂറിങ് സുനാമി ഇൻ ശ്രീലങ്ക, ആ ഒരു സമയത്തൊക്കെ ഹെൽപ്പ് ബൈ ഇന്ത്യ ഡ്യൂറിങ് സുനാമി ഇൻ ശ്രീലങ്കയിൽ സുനാമി വന്ന സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്താ ഒരു പരസ്പരം സ്നേഹവും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഭൂട്ടാനും ആയിട്ടുള്ള ഇത് നോക്കുകയാണെങ്കിൽ എന്താ ഇവർ തമ്മിലുള്ള റിലേഷൻ നല്ല രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഭൂട്ടാൻ ആന്റി ഇന്ത്യൻ എക്സ്ട്രീമിസ്റ്റ് ഫ്രം ഹിയർ വിച്ച് ഹെൽപ്പ് ഇന്ത്യനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആന്റി എക്സ്ട്രീമിസ്റ്റിനൊക്കെ അവിടുന്ന് തുരത്തി വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഹെൽപ്പിംഗ് വിത്ത് പ്രോജക്ട് ലൈക്ക് ഭൂട്ടാനിലെ ഹൈഡ്രോളിക് പവറിൽ ഇന്ത്യ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഗീസ് മാക്സിമം ഗ്രാൻഡ് ഡെവലപ്മെന്റ്, ഭൂട്ടാന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഒരുപാട് ഗ്രാൻഡ് കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇനി മാൽദീവ്സുമായിട്ടുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ 1988 സം സോൾജേഴ്സ് ഫ്രം ശ്രീലങ്ക എന്ത് ചെയ്യാണ് മാൽദീവ്സിനെ അറ്റാക്ക് ചെയ്യാണ്. ആ സമയത്ത് ഇന്ത്യ എന്ത് ചെയ്യുക മാൽദീവ്സിനെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് മാൽദീവ്സിന് സഹായമായിട്ടൊരു സാമ്പത്തിക സഹായം എന്താണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ട്. അതേപോലെ തന്നെ മാൽദീവ്സിൽ ടൂറിസത്തിനും ഫിഷിംഗ് ഇൻഡസ്ട്രിയും എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഇനി നമ്മൾ SAARC എന്താണെന്നാണ് മക്കളെ അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയില്ലേ? SAARC എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ആണ്. 1985 ഇത് സ്ഥാപിച്ചത്. നേപ്പാളിലെ കാഠ്മണ്ഡുവിലായിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 8 സൗത്ത് ഏഷ്യൻ റീജിയൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാൽദീവ്സ്, അഫ്ഗാനിസ്ഥാൻ ഒക്കെ ഇതിലുണ്ടായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇവര് തമ്മിൽ ഒരു പീസ് നിലനിർത്തുക, ഫ്രീ ട്രേഡ് നിലനിർത്തുക എന്നതാണ്. പക്ഷെ എന്താണ് നമ്മുടെ സാർക്ക് SAARC എന്താണ് ഇതിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഇവര് തമ്മിൽ ഒരുപാട് ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളും നിലനിന്നിരുന്നു. ഇവര് തമ്മിൽ ഒരു യൂണിറ്റ്, എപ്പോഴും നമ്മളൊരു കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു മൊത്തമായിട്ടൊരു യൂണിറ്റ് ഉണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇവര് പരാജയപ്പെട്ടു പോകുന്നു. അതിനുശേഷമാണ് SAFTA വരുന്നത്. സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ ആണ്. 2006 ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ഇവര് സൗത്ത് ഏഷ്യൻ കൺട്രീസ് തമ്മിലുള്ള ഫ്രീ ട്രേഡ് കസ്റ്റം ഡ്യൂട്ടി റെഡ്യൂസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് SAFTA വന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഓൾസോ ഫെയിൽ ബിക്കോസ് സ്മോൾ കൺട്രീസ് ബിലീവ് ദാറ്റ് ത്രൂ ദിസ് അഗ്രിമെന്റ് ഇന്ത്യ വാണ്ട് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ മാർക്കറ്റ്സ്. അപ്പം ഇതിലും എന്താണ് നമ്മുടെ SAFTA, അതായത് സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ പരാജയപ്പെടുകയാണ്. കാരണം ഇത്തരത്തിലൊരു അഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവര് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലുള്ള കൺട്രിയാണ്. സോ ഇന്ത്യ ഞങ്ങളെ പോലുള്ള ചെറിയ രാജ്യങ്ങളുടെ മേലെ ഒരു ഡോമിനൻസ് തുടങ്ങും, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് എന്തായാലും അത് അവർ പിടിച്ചെടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത കൊണ്ടിട്ട് അവരെന്ത് ചെയ്യാണ്, ഇതിൽ ആരും ഒപ്പുവെക്കുകയും കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 2 ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ എക്സാമിന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഒരു പാഠഭാഗമാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പോയിട്ട് ക്രിസ്മസ് എക്സാമും കാര്യങ്ങളും എഴുതാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനിയും 2 ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.